ഹലോ, ട്യൂലിപ്പ് പെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ബ്രെഡ് കൊണ്ടുള്ള ഒരു സിമ്പിൾ പിസ്സ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള സവോള, തക്കാളിപ്പഴം, അതുപോലെ ഒരു ക്യാപ്സിക്കം എന്നിവ പൊടിയായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 5-6 വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്, മോസറല്ല ചീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയ ശേഷം അതിൽ കുറച്ച് ബട്ടർ തേച്ച് ബ്രെഡിൻ്റെ ഒരു വശം ബ്രൗൺ നിറമാകുന്നതുവരെ ടോസ്റ്റ് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ 200 ഗ്രാം മോസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തേച്ച് കൊടുക്കുക. എല്ലാ വശത്തും നല്ല സൈഡിലെല്ലാം നന്നായിട്ട് വരുന്ന പോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെല്ലാ പീസിലും നല്ലപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി സാൾട്ട് കൂടി ആഡ് ചെയ്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ കുരുമുളകൊക്കെ ശരിക്കും അങ്ങ് പിടിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സോസ് വെച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചീസ് ഇടുക. അതിനുശേഷം കുറച്ച് ഈ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് മിക്സ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചീസ് ഇടുക. ചീസ് കുറച്ച് കൂടുതലിടണം. മുകളിലിടുമ്പം കുറച്ച് കൂടുതൽ ചീസ് ഇടുക. അങ്ങനെ എല്ലാ പീസിലും വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാ പീസും സെറ്റ് ചെയ്തെടുക്കുക. വീണ്ടും പാൻ സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കുക. ശേഷം കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസ് ഇതുപോലെ ഓരോന്ന് പാനിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണം. ഒരു 5-6 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. ഏകദേശം 7 മിനിറ്റോളമായി. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അടിപൊളി! മെൽറ്റ് ചെയ്ത നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തങ്ങ് വന്നിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാ പീസും നമ്മൾ റെഡിയാക്കി എടുക്കുക. സൂപ്പറാണ്, കാണാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ആ ചീസിൻ്റെ സ്മെല്ലും ആ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. സൂപ്പറല്ലേ! കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പിയാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അതുവരെ താങ്ക് യു. ട്യൂലിപ്പ് പെറ്റൽ സൈനിങ് ഔട്ട്.